പടം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലിംഗാണ്. പടം നമ്മൾ സസ്പെൻസ് ആണ്, പറയുന്നില്ല. സ്പോയിലർ ആവുന്നത് പറയാത്തത്. ലോകയുടെ ക്യാരക്ടറാണ് പറയാത്തത്. ഫൈറ്റ് ഒക്കെ സൂപ്പറാണ്. ക്ലൈമാക്സ് ഒരു ഫൈറ്റ് ഉണ്ട്, പൊളി ഫൈറ്റാ, കിടിലൻ ഫൈറ്റാ. സൂപ്പർ സ്റ്റാർ സാധ്യതയുണ്ട്. മാർക്കൊരു വെല്ലുവിളിയായി വയലൻസ് ഉണ്ട്. മാർക്ക് ഭയങ്കര ട്വിസ്റ്റ് ഉണ്ട്, ത്രില്ലറാണ്. പിന്നെ അർച്ചന നല്ല തിരിച്ചു പറഞ്ഞിരുന്നു. ക്രിസ്ത്യാന അഭിനയിച്ചിട്ടുണ്ട്. സ്ക്രീൻ പ്ലേ എഡിറ്റിംഗ് എല്ലാം ഉപകരണമാണ്. ഭയങ്കര മൂവിയായി. മാർക്ക് ഒരാൾ എവിടെയെങ്കിലും വയലൻസ് എന്തെങ്കിലും കാണിക്കുന്നുണ്ട്. ആക്ഷൻ ഉണ്ട്. തോന്നുന്ന സ്റ്റാർട്ട് ഉണ്ട്. തോന്നുന്ന ഒരു സൂപ്പർ സ്റ്റാർ സാധ്യതയാണ്. അർച്ചനകൾ നല്ല ശക്തമായ തിരിച്ചുവരവാണ്. തിരിച്ചറിയിട്ടുണ്ട്. അത് ഒരുപാട് ട്വിസ്റ്റ് ഉണ്ട്, ത്രില്ലറാണ്. അത് ഇത്രയും മൂവിയാണ്. എന്തായാലും തോന്നുന്ന സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് പോകും. മാർക്ക് പോലൊരു ഫിലിം തന്നെയാണ്. ഇതെല്ലാം തന്നെ കണ്ടി 10 കിലോ മാർക്കോട് അതേ ലെവലിലേക്കാണ് വരുന്നത്. മേക്കിങ്ങിന്റെ ഒരു ക്വാളിറ്റിയാണ് ഞാൻ പറയുന്നത്. ഐഡന്റിറ്റി സിനിമ തന്നെ അടിപൊളി പടമാണ്. പ്രത്യേകിച്ച് ടോവിനോ ചേട്ടൻ്റെ പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. വിനയ് സാറിൻ്റെ പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. അതിൻ്റെ മേക്കിംഗ് ഒക്കെ അത് ഗംഭീരമായിട്ടുണ്ട്. നല്ല ആക്ഷൻ മൂവീസ്. അത് ഇൻവെസ്റ്റിഗേഷൻ. അതെ, പുതിയ തുടക്കം. അല്ലാണ്ട് അത്ര വലിയ നല്ലൊരു നമ്മൾ സാധാരണ കണ്ടുവരുന്നൊരു പടം തന്നെ. നമ്മൾ സാധാരണ കണ്ടുവരുന്നൊരു എന്താ പറയുക, ഒരു അന്വേഷണ സംബന്ധമായിട്ടുള്ള മൂവീസില്ലേ, അതുപോലെ സെയിമാണ്. അല്ലാണ്ട് പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല. ഒരു വൺ ടൈം വാച്ച് മൂവി അത്രയാണ്. സസ്പെൻസ് ആയിട്ടൊന്നുമില്ല അതിൽ. സസ്പെൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് എടുക്കാമല്ലോ. പക്ഷേ അതൊരു കിളി വറക്കൊരു സീൻ എന്ന് പറഞ്ഞാൽ ടോവിനൊക്കെ ഒരു വെടികൊള്ളുന്ന സീൻ അതൊന്നും മനസ്സിലാവും. അതൊന്നും കുഴപ്പമില്ല. ഒരു വൺ ടൈം വാച്ച് മൂവി അത്രയാണ്. നല്ലൊരു ആക്ഷൻ സീക്വൻസ് പടം വരുന്നത്. ഇൻവെസ്റ്റിഗേഷന് ഉപരി ആക്ഷനാണോ പ്രാധാന്യം? ഇല്ല, ലൈക്ക് എനിക്ക് പേഴ്സണലി ആക്ഷൻ പടമാണ് ഇഷ്ടം. ഓക്കെ, പ്ലോട്ട് ട്വിസ്റ്റും നല്ലതാണ്, സ്റ്റോറി എല്ലാം നല്ലതായിരുന്നു. ക്രൂ മെമ്പേഴ്സ് പറഞ്ഞിട്ട് മലയാളത്തിൽ ഇന്നവരെ കേരള ക്രൂ മെമ്പേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മലയാളത്തിൽ ഇന്നവരെ കാണാത്തൊരു കഥാഗതിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ തോന്നിയോ? നല്ല സിനിമയായിരുന്നു.